ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ്. കീം എഴുതിയായിരുന്നോ പണ്ടങ്ങാനും? എല്ലാം എഴുതിയിരുന്നു, നീറ്റും ഒക്കെ എഴുതിയിരുന്നു. ഒന്നിനൊരു കുറവുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മള് അതിൽ കാര്യപ്രസക്തമായി ഒന്നും റാങ്ക് ലിസ്റ്റിലൊന്നും വരാത്തപ്പോ നമ്മൾ നേരെ പോയി വിക്ടോറിയ കോളേജിൽ ഡിഗ്രിക്ക് ചെയ്തു. കുറെ വിദ്യാർത്ഥികൾക്കാകെ ടെൻഷനാണ് ഈ ഫോർമുല ചതിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവസാന നിമിഷം വന്ന മാറ്റം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് താങ്ങാനാവുന്നില്ല. പക്ഷെ കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ. നമ്മൾ ചിലപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കോളേജ് വരെ സെലക്ട് ചെയ്തിരുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരമുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഗണ്യമായ റാങ്ക് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വർഷം നിങ്ങൾ വരാൻ പോകുന്നത് ടോപ്പ് റാങ്കിലേക്കായിരിക്കും അല്ലേ. അപ്പൊ ഈ വാർത്തകൾ അടക്കം നമുക്ക് പത്രത്തിലാണ് ഇനി നോക്കാനുള്ളത്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും കീമുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളത്. മനോരമയിൽ തട്ടിക്കൂട്ട് ഫോർമുല എന്ന തലക്കെട്ടോടു കൂടിയാണ് കീം മാർക്ക് ഏകീകരണത്തിലെ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത്. മാറ്റം നടപ്പാക്കിയത് വളഞ്ഞ വഴിയെയാണ് എന്ന് പറയുന്നു. വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ സമയം തികയില്ലെന്ന് മനസ്സിലാക്കി മാറ്റിവെച്ചു. പുതിയ ഫോർമുല നിർദ്ദേശിച്ചത് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നാണ് എന്നുകൂടി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓപ്ഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മന്ത്രി ബിന്ദുവിന്റെ രോഷം മാധ്യമങ്ങളുടെ എന്ന പേരിലുള്ള ഒരു സൈഡ് വാർത്തയൊക്കെ മനോരമ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അതേസമയം സർവകലാശാലയിൽ മൊത്തം വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകപ്പാട് വിവാദമാണ്. പത്രം നോക്കിക്കഴിഞ്ഞാൽ കേരള മോഡൽ തട്ടിക്കളി എന്ന തലക്കെട്ടോടു കൂടിയാണ് VC രജിസ്ട്രാർ പോര്. കേരളയിൽ ഭരണസ്തംഭനം. അനിൽകുമാർ അയച്ച ഫയലുകൾ VC തിരിച്ചയക്കുന്നു. രജിസ്ട്രാർ ചുമതല ഒഴിവാക്കണമെന്ന് മിനു DG കാപ്പൻ പറയുന്നു. മൊത്തം പ്രശ്നമാണ്. മാതൃഭൂമി കീമാണ്. പിന്തുണ ഉറപ്പാക്കാൻ വോട്ട് സമ്മർദ്ദം. കേരള സിലബസുകാരുടെ കൂട്ടായ്മ സുപ്രീം കോടതിയിലേക്ക് എന്ന് പറയുന്നു. ആദ്യഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ 16 വരെ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ട്. പിന്നെ മാതൃഭൂമിയുടെ പകുതി പേജ് പരസ്യമാണ്. ദേശാഭിമാനിയിൽ തകർക്കാൻ അനുവദിക്കില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല വൈജ്ഞാനിക സമൂഹ സൃഷ്ടിക്ക് കോളേജുകളുടെ മികവിലും കേരളം എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനി പാർട്ടി സെക്രട്ടറിയുടെ വാചകമാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. സർവകലാശാലകൾ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നു. അതുപോലെ മോദിക്ക് ഭാഗവതിന്റെ ഒളിയമ്പ് എന്നുള്ള ഒരു വാർത്ത, അത് മനോരമയും കൈകാര്യം ചെയ്യുന്നുണ്ട്, ദേശാഭിമാനിയും. പ്രായം 75 കഴിഞ്ഞാൽ പിന്നെ വഴിമാറി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മനോരമയിൽ 75-ൽ ഭാഗവതിന്റെ ഉന്നമാര് എന്നതാണെങ്കിൽ ദേശാഭിമാനിയിൽ മോദിക്ക് ഭാഗവതിന്റെ ഒളിയമ്പ് 75 നേതാക്കൾ വഴിമാറണം. നരേന്ദ്രമോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് മോഹൻ ഭഗവതിന്റെ വാചകം എടുത്ത് പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റുന്നത്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഈ സമയത്ത് തന്നെ അത് അദ്ദേഹം പറഞ്ഞതിൽ എന്തോ ഇല്ലേ എന്നുള്ളതാണ്. പക്ഷേ BJP ഉടൻ പ്രതിരോധവുമായിട്ട് രംഗത്ത് വന്നു. മോദിക്ക് ഇതൊന്നും ബാധകമല്ല, മോദിക്ക് എക്സെപ്ഷൻ ഉണ്ട് എന്നാണ്. മാധ്യമത്തിൽ കീം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. പിറകോട്ടടിച്ചത് 25,000 കുട്ടികളാണ് എന്ന കണക്കാണ് മാധ്യമം നൽകുന്നത്. 67,505 പേരുടെ പട്ടികയിൽ റാങ്ക് മാറാത്തവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. വൻ തിരിച്ചടി. 2024 +2 വിജയിച്ചവർക്ക് കുറഞ്ഞത് 15 മാർക്ക് വരെയാണ്. സിസ്റ്റം അല്ലാണ്ട് വേറെ എന്തൊട്ട് പ്രശ്നഷ്ട എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി ബിന്ദു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കീമിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ ഉദ്ഘാടനമാണ്. അപ്പോൾ റോഷിപാൽ അതിന്റെ മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള പാർട്ടി ഓഫീസാണെന്നാണ് കേട്ടത്. ഭാവിയിലെ മുഖ്യമന്ത്രിക്ക് ഓഫീസും ഉണ്ട്. ആ ബോർഡ് മാറ്റിയെന്നും കേട്ടു. 9 പാക് സൈറ്റ്സ് ഹിറ്റ് ഡ്യൂറിംഗ് ഓപ്പറേഷൻ സിന്ദൂർ. അജിത് ഡോവലിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. 9 പാകിസ്ഥാൻ കേന്ദ്രങ്ങളെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ആക്രമിച്ചത് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ലീഡായിട്ട് ദേശീയ പത്രത്തിന്റെ ആദ്യ പേജിൽ എത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ വിഷയം. കേരള വാഴ്സിറ്റി ക്രൈസിസ് റേജസ് as VC rejects files from registrar. സുരേഷ് ഗോപി ഫേസസ് പ്രോബ് ഫോർ വെയറിംഗ് പെൻഡന്റ് വിത്ത് ലീജിറ്റ് ലിയോപാർഡ് ടൂത്ത്. പുലിപ്പല്ലുമായിട്ട് സുരേഷ് ഗോപി നടന്നത് വലിയ വിവാദമായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് നിൽക്കുന്ന വാർത്തകൾ.